മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഇല കൊണ്ടുള്ള ഒരു അടയാണ്. ഇലയട എന്ന് പറയത്തില്ലേ, നമ്മൾ 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. നമ്മൾ ആവശ്യത്തിന് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അരിപ്പൊടി എന്ന് പറയുമ്പം നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി വേണേ. ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് കിട്ടത്തില്ലേ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ആ പൊടി മതി ഇത്. അത് നമ്മൾ ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാവ് എടുക്കുക. മാവ് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണേ. ആ വെള്ളം കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ച് വേണം അത് മിക്സ് ചെയ്യാൻ. ആ ഒരു പരുവം നമുക്ക് അറിയാൻ പറ്റും. ആദ്യമേ എടുത്ത് വെള്ളം അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങ് ഒരുപാട് ലൂസായി പോയാലേ പിന്നെ നമുക്കത് പരത്താനൊന്നും പറ്റത്തില്ലേ. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ, ഏതാണ്ട് അതേ ഒരു സ്റ്റൈലാണ് ഇത് ചെയ്തെടുക്കണ്ടേ. ഇത് നല്ല ചൂട് വെള്ളം ഒഴിച്ചല്ലേ നമ്മളിത് ഇങ്ങനെ കുഴച്ചേക്കുന്നത്. ഇതിപ്പോൾ സ്പൂൺ കൊണ്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്തേക്കുന്നത്. ഒരു 2 മിനിറ്റ് ഇത് തണുക്കാൻ വെച്ചേക്കണം. തണുക്കാൻ വെക്കുമ്പോൾ ഈ മാവ് നന്നായിട്ട് അങ്ങ് തണുക്കും. ആ സമയത്ത് നമ്മൾ കൈ കൊണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. എന്നിട്ട് വേണം നമുക്ക് ഇത് ഇലയിലോട്ട് പരത്താനേ. നമ്മൾ മാവ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റി വെക്കുവാണേ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണേ. തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഈ മാവ് നന്നായിട്ട് ഇലയിൽ പരത്തിയിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. മാവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ. ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ദാ ഇതുപോലെ ഇരിക്കുവേ. നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വിരലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുവാണ്. ഇത് കറക്റ്റ് പരുവാണ്. വെള്ളം കൂടാനും പാടില്ല, എന്നാൽ തീരെ ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയായിരിക്കാനും പറ്റത്തില്ലേ. ഇത് ഇങ്ങനെ ഇരുന്നാലേ ഇത് കണ്ടോ, നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതുപോലെ ആയി വരണേ. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളേ. കണ്ടോ, ഇതുപോലെ നമുക്ക് കൈ കിട്ടും. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പം ഇങ്ങനെ കുത്തി നോക്കിയാൽ കണ്ടോ, അങ്ങനെ ഒരു ഹോളൊക്കെ വരും. ഇപ്പം ലൂസാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരത്തില്ല. ഭയങ്കര ടൈറ്റ് ആണേലും അത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് കറക്റ്റ് പരുവാണ് മാവിൻ്റെ. ഇനി നമുക്ക് ഒരില ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ആവശ്യത്തിന് മാവ് നന്നായിട്ട് പരത്തി കൊടുക്കണേ. ഇടയ്ക്ക് വരുന്നല്ലോ ഒരു സ്വല്പ വെള്ളത്തിലൊന്ന് കൈ ഇങ്ങനെ ഒന്ന് നനച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട്, അപ്പം കുറേ കൂടി ഈസി ആയിട്ട് നമുക്കിങ്ങനെ പരത്താൻ പറ്റുവേ. പച്ചവെള്ളത്തിൽ ഇങ്ങനെ മുക്കിയാൽ മതി. അതെപ്പോഴും അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമ്മുടെ കയ്യിലും അത് ഒട്ടിപ്പിടിക്കത്തില്ല, മാവൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. വെള്ളമൊന്ന് നനച്ചിട്ട് അങ്ങനെ ചെയ്താലേ ഉണ്ടോ. അപ്പം ഇങ്ങനെ ഇതുപോലെ ആക്കി വെച്ച് നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ ശർക്കരയും തേങ്ങയും കൂടെ, മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ടോണം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മധുരത്തിനോടുള്ള താല്പര്യം. ഇപ്പം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ശർക്കര ഇടുക, അല്ല കുറച്ച് കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതൽ ഇടുക. ഇപ്പം നമ്മൾ തേങ്ങ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിലരുണ്ടല്ലോ ഈ തേങ്ങയ്ക്കകത്ത് 1-2 ഏലക്ക നന്നായിട്ട് പൊടിച്ചിടും. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ. അതിന് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ചെയ്യേണ്ട കാര്യമില്ലേ. ഇനിയിപ്പോൾ എന്താ, ഇത് ഇല ഇങ്ങനെ അങ്ങ് മടക്കിയാൽ മതി. എന്നിട്ട് ആ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ, നടുക്കല്ല, ആ സൈഡ്. അപ്പം കണ്ടോ ഇതിൻ്റെ ഒരു ഷേപ്പ് വന്നത്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം എടുത്തിട്ട് നല്ല ഒരു സ്റ്റീമറിനകത്ത് വെച്ച് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു അപ്പച്ചെമ്പ്, അതിനകത്ത് വെച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാവേ. ഞാൻ ബാക്കിയെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ആക്കി എടുക്കട്ടെ.
4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴും അല്ലേ ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ അടയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലേ. അട ഇഷ്ടമില്ലാത്ത ആരും ഇല്ല. ഇത് ഗോതമ്പ് കൊണ്ടാണേലും ഗോതമ്പ് പൊടി കൊണ്ടാണേലും നമുക്കിതുപോലെ അട ഉണ്ടാക്കാവുന്നതേ ഉള്ളേ. ഗോതമ്പ് പൊടി ഇതുപോലെ നന്നായിട്ട് നനച്ചിട്ട് ഇതുപോലെ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഇഷ്ടമാണെങ്കിൽ ഒരു ഏലക്കയൊക്കെ പൊടിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്കിത് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് പുഴുങ്ങിയെടുത്താൽ മതിയേ. ഞാനിവിടെ അപ്പച്ചമ്പ് വെച്ചിട്ട് ഒരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ പാത്രം ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കാവേ. എന്നിട്ട് ഈ അട നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന അട ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഈ അട വേവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ മാവ് തന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് മാവ് കുഴച്ചേക്കുന്നത്. അപ്പം തന്നെ ഒരു ഹാഫ് കുക്ക് ആകും. പിന്നെ ഇതുപോലെ വെള്ളം തിളച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങ് വേവിക്കണേ. എന്നിട്ട് ഇത് അടച്ചങ്ങ് വെച്ചേക്കുക. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കണം. അത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇല പതുക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി നോക്കിയാൽ മതി. അപ്പോൾ വെന്തോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. 10 മിനിറ്റ് കൊണ്ട് ഇത് വേവും കിട്ടും. നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കാവേ. നമ്മുടെ ഈ അട ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇത് വെന്തോന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഇലയുണ്ടല്ലോ, അയ്യോ കൈ കൊള്ളും, ഇതാ ഇതുപോലൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇലയുടെ ഈ കളറ് നമ്മൾ ആ പുഴുങ്ങിയൊക്കെ കഴിയുമ്പോൾ ഇലയുടെ കളർ മാറുന്നതാണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. 4 മണിക്കും അല്ലെങ്കിൽ ചിലരൊക്കെ രാവിലെ ആണേലും ഈ അടയൊക്കെ കഴിക്കും കേട്ടോ. അടയൊക്കെ ചിലർക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണേലും അടയൊക്കെ കഴിക്കാം. സാധാരണ എല്ലാവരും ഒരു 4 മണിക്ക് ആ ഒരു ചായയുടെ കൂടാണ് അട കഴിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളി അടയാണ് ഇത്. ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഇട്ട് വേണേലും നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക്